ഹേ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ആക്സോറിൻ്റെ ഹെൽമെറ്റിൻ്റെ റിവ്യൂ കേട്ടോ. ഞാൻ സാധാരണ ഹെൽമെറ്റിൻ്റെ റിവ്യൂ ഒന്നും ചെയ്യാതാണ്, പക്ഷെ നമ്മൾ പുതിയതായിട്ടൊരു ഹെൽമെറ്റ് മേടിച്ചു. അപ്പോൾ ഒന്ന് റിവ്യൂ ചെയ്തേക്കാന്ന് വിചാരിച്ച്. കുറേ പേര് ഈ മോഡൽ തന്നെ തപ്പി എടുക്കുന്നുണ്ട് കേട്ടോ. ആക്സോറിൻ്റെ ഇത് ആക്സോറിൻ്റെ അപ്പെക്സ് എന്ന് പറഞ്ഞ മോഡലാണ്. ഇപ്പോൾ ഞാനിപ്പോൾ അതിന് പെട്ടി മേടിച്ചില്ല. അതിൻ്റെ ഇപ്പോൾ നമുക്കൊരു ബാഗാണ് കിട്ടും. ബാഗ് മതിയായിരുന്നു. പെട്ടി ഞാൻ ബൈക്കിലായിരുന്നു വന്നത്, അപ്പോൾ അതുകൊണ്ട് എടുക്കാൻ വയ്യായിരുന്നു. അതിപ്പോൾ ഞാൻ ഓർന്നു. ഇപ്പം നമുക്ക് അയച്ചു നോക്കട്ടെ. ഇതിപ്പോൾ ഒരു പ്രൊട്ടക്റ്റീവ് ബാഗാണ്. നമുക്കിപ്പോൾ എവിടെയെങ്കിലും കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വെക്കണം കേട്ടത്. അതിനുള്ള ബാഗാണ്. അപ്പോൾ നമുക്ക് ഈ ബാഗ് ഊരാം. ഇതിപ്പോൾ നമുക്ക് കോളേജിലെല്ലാം കൊണ്ടോ ഈ ബാഗ്. അയ്യോ, ഇത് സാധാരണ ഒരു കുഞ്ഞി ബാഗാണ്. ഇതാണ് നമ്മുടെ ഹെൽമെറ്റ് ആക്സോറിൻ്റെ. നമുക്ക് ഈ ഒരു കാര്യം ചെയ്ത് ഈ ബാഗ് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. നമുക്ക് വണ്ടിക്ക് അകത്തേക്ക് ഇടാം. ഇതാട്ടോ നമ്മുടെ ആക്സോറിൻ്റെ അപ്പെക്സ് എന്ന് പറഞ്ഞ മോഡൽ കേട്ടോ. ഇത് ആക്സറിൻ്റെ 100 എന്ന് പറഞ്ഞ മോഡലുണ്ട്. അത് കുറച്ചുകൂടി കുറഞ്ഞ മോഡലാണ്. ഇത് ആക്സറിൻ്റെ 100 അപ്പെക്സ് ആണ്. അപ്പെക്സ് കുറച്ചുകൂടി കൂടുതലാണ്. ഇതിനകത്ത് കുറച്ചുകൂടി സ്പെസിഫിക്കേഷൻസ് വരുന്നുണ്ട് കേട്ടോ. അതായത് ഇത് എന്നാ പറയുക, EAC സർട്ടിഫിക്കറ്റ്, അങ്ങനത്തെ EAC സർട്ടിഫിക്കേഷൻ വരുന്നൊരു ഹെൽമെറ്റ്. അതായത് വേൾഡ് വൈഡ് പ്രൊട്ടക്റ്റ് സർട്ടിഫൈ ചെയ്തുകൊണ്ട് ഹെൽമെറ്റാണ് ഇട്ടത്. പിന്നെ ഇതിൻ്റെ ഈ വൈസറിന് കുറേ പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇതെന്ന് പറയുമ്പോൾ ആൻറ്റി ഫോഗാണ്. അതായത് നമുക്ക് ഈ നമ്മൾ വായിൽ നിന്നൊക്കെ വരുമ്പോൾ ഒരു മൂടൽ മഞ്ഞ് പോലും വരില്ലേ, അതിനകത്ത് വരില്ല. പിന്നെയെന്ന് പറയുമ്പോൾ സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആണ്. പിന്നെ ഇതുണ്ട് കുറേ ABS പ്ലാസ്റ്റിക് ആണ് അങ്ങനെ. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള പാഡിങ്സ് ഒക്കെ നമുക്ക് മാറ്റാൻ പറ്റും, വാഷ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് പ്രത്യേകത ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് വൈസറിൻ്റെ ഞാൻ മേടിച്ചത് ഗ്ലോസി ടൈപ്പ് ആട്ടോ. ഗ്ലോസി ബ്ലാക്ക് ആണ് മേടിച്ചേക്കുന്നത്. പിന്നെ ഇതിൻ്റെ മാറ്റ് ബ്ലാക്ക് വരണ്ട. മാറ്റ് ബ്ലാക്ക് പെട്ടെന്ന് മുഷി, അതുകൊണ്ടാണ് ഞാൻ ഗ്ലോസി ബ്ലാക്ക് മേടിച്ചത്. പിന്നെ എനിക്കിത് എന്താ പറയുക, ടിൻഡഡ് വേണമെന്നത് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ടിൻഡഡ് എനിക്ക് കിട്ടിയില്ല. ടിൻഡഡ് അവർ പ്രത്യേക ഓർഡർ ചെയ്യണമെന്ന് പറഞ്ഞു. ആഫ്റ്റർ മാർക്കറ്റ് വൈസർ ടിൻഡഡ് വരുമ്പോൾ 800 രൂപയും സാധാരണ ഇതിൻ്റെ ആക്സോറിൻ്റെ തന്നെ ഒറിജിനൽ, അതായത് ആൻറ്റി ഫോഗ് വരുമ്പോൾ 1500 രൂപ വില ഉണ്ട് ഈ സാധനത്തിന്. ഇത് അടിപൊളിയാണ്. പക്ഷേ എനിക്ക് ആ ഫുൾ ബ്ലാക്ക് ലുക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇപ്പോൾ സ്പോയിലർ ഇട്ടിട്ട് സ്പോയിലർ നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ വേറെ ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് എല്ലാ SMKയുടെ ഹെൽമെറ്റിലും പറ്റും. ഇതിനകത്ത് നമുക്ക് ബ്ലൂടൂത്തിൻ്റെ സംഭവം സെറ്റപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത ഫീച്ചർ കാണിച്ചു തരാം നോക്കട്ടോ. ഈ വൈസർ അഴിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഇവിടെ ബട്ടൺ നോക്കി കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇന്നർ വൈസർ വരും. അതായത് നമുക്ക് വെയിലൊക്കെ ഉള്ള ടൈമിൽ നമുക്ക് ഈ സംഭവം ഇട്ട് കഴിഞ്ഞാൽ വെയിലടിക്കില്ല. അങ്ങനെ ഗുണം കൂടി ഇതിനകത്താണ് കേട്ടോ. പിന്നെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ അടിപൊളി ക്വാളിറ്റി കേട്ടോ. അതുണ്ട് ഇവിടെ ലോക്കൊക്കെ ഉണ്ട്. നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് ഈ ഹെൽമെറ്റ്. നല്ല പെയിൻറ്റിങ് ജോബ് കേട്ടോ. അടിപൊളി പെയിൻറ്റ് ജോബ്, നല്ല ഫിനിഷിംഗ് ഉള്ള പെയിൻറ്റ് ജോബ് കേട്ടോ. നമുക്കിങ്ങനെ കാണാൻ പറ്റും ഇതിനകത്ത്. പിന്നെ നമുക്ക് ഇതിൻ്റെ അപ്പോൾ സ്റ്റിക്കേഴ്സ് കിട്ടണം കേട്ടോ ആക്സോറിൻ്റെ. പിന്നെ ഇതിനകത്ത് വേറെ എന്തൊക്കെ സംഭവം ഉണ്ട്. ഇതിനത് ആക്സോറിൻ്റെ സ്റ്റിക്കേഴ്സും കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ വെക്കാനുള്ള സംഭവം കിട്ടുന്നുണ്ട് നമുക്ക്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ ലുക്ക് എന്ന് പറയുന്നത്. പിന്നെ ലോക്ക് വ്യത്യാസം കേട്ടോ. ഞാൻ ഉപയോഗിച്ച സാധാരണ പ്ലാസ്റ്റിക് ടൈപ്പ് അല്ല. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറ്റിയിട്ട് വലിച്ചു മുറുക്കുകയാണ് ചെയ്യണം. പിന്നെ ഇത് പാഡിങ്ങിൻ്റെ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇത് ഭയങ്കര ടൈറ്റാണ് ഈ പാഡിങ്. SMKയുടെ ഹെൽമെറ്റ് വെച്ച് നോക്കുമ്പോൾ SMKയുടെ ടൈഫൂൺ എന്ന് പറയുന്ന ഹെൽമെറ്റോടെ വെച്ച് കമ്പയർ ചെയ്യണം കേട്ടോ. ടൈഫൂണിൻ്റെ ഹെൽമെറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഭയങ്കര ടൈറ്റാണ്. പക്ഷേ ഞാൻ ടൈറ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചു. പക്ഷേ ശരിക്കും ടൈറ്റാണ് ശരിക്കും വേണ്ടത്. കാരണം നമ്മൾ ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് അനങ്ങാൻ പാടില്ല. കാറ്റൊക്കെ വരുമ്പോൾ അനങ്ങി കളിച്ച് കഴിഞ്ഞാൽ പണി കിട്ടും. വണ്ടി ഇങ്ങനെ നമ്മുടെ ഹെൽമെറ്റ് ഇങ്ങനെ നടന്ന് ആടി കളിക്കും. അപ്പോൾ ഇതിനകത്ത് ആ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സൈസ് തന്നെ നോക്കിയെടുക്കുക. ഞാൻ ഇപ്പോൾ ലാർജാണ് മേടിച്ചേക്കണം. എനിക്കെല്ലാം കറക്റ്റ്. ഇനി നമുക്ക് ഹെൽമെറ്റ് വെച്ചിട്ടുള്ള ലുക്ക് ഞാൻ കാണിച്ചു കേട്ടോ. വെക്കണതിന് മുന്നേ ആയിട്ട് നമുക്ക് ഈ സ്റ്റിക്കർ ഒന്ന് പൊളിച്ചാൽ കേട്ടോ. ഇവിടെ നമുക്കൊരു പ്രൊട്ടക്റ്റീവ് ഫിലിം ഉണ്ടാകുന്നുണ്ട്. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഇങ്ങനെ വരും. വേണ്ട, നല്ല രസമുണ്ട് അയക്കാനായിട്ട്. ഇതിൻ്റെ ഉള്ളിൽ വേറൊരു ടിന്നും കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് അതും കൂടി പൊളിച്ചളയാം. മഞ്ഞ കളർ ഫിലിം ഉണ്ട്. കൊള്ളാട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് വെച്ച് നോക്കാം. വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം ക്ലിയർ ഉണ്ടെന്ന്. പിന്നെ ഒരു മിനിറ്റ് നമുക്ക് ഇതിൻ്റെ ഇന്നർ വൈസറെല്ലാം കളയാം. ഇത് ഇവിടെ സ്വിച്ച് ഉണ്ട്. നോക്കി കഴിഞ്ഞാൽ കേട്ടോ, നമുക്കിത് പൊളിച്ചാലോ കേട്ടോ. പിന്നെ ഈ ഹെൽമെറ്റ് എന്ന് പറയുമ്പോൾ ഡോട്ട് സർട്ടിഫൈഡ് ഹെൽമെറ്റ് ആണോ, EC, അതായത് ഇൻ്റർനാഷണലി സപ്പോർട്ടഡ് ആയിട്ടുള്ള ഐറ്റമാണിത്. പിന്നെ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ 1600 ഗ്രാമാണ് പ്ലസ് 50 ഗ്രാം വൈസറിൻ്റെ കേട്ടോ. എനിക്ക് കൈ പിടിക്കുമ്പോൾ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, എന്നാലും വലിയ കുഴപ്പമില്ല. നമുക്കൊന്ന് വെച്ച് നോക്കാം. ഇതാണ് ഇതിൻ്റെ ലോക്ക്. ഓക്കെ,
ഇങ്ങനത്തെ ഒരു ബട്ടൺ ലോക്കാണ് ഇതിനകത്ത് വന്നത്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടണം. അപ്പോൾ ആദ്യം ഇടുമ്പോൾ നമുക്കൊരു പാടായിരിക്കും, പിന്നെ അത് ശീലമായിക്കോളൂ കേട്ടോ. ഉണ്ടോ, ഇതാണ് ആ ലുക്ക് എന്ന് പറയുമ്പോൾ. പിന്നെ അതെ ഇൻട്രവൈസർ അടിപൊളിയാണ്. അത്യാവശ്യം ഇതുണ്ടോ, ഒരു ഡാർക്ക് ഷെയ്ഡ് ഉണ്ട്. ചില ഡാർക്ക് ഷെയ്ഡ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര തടസ്സമായിരിക്കും, നമുക്ക് രാത്രി ഇത് വണ്ടി പിടിക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ടെസ്റ്റ് ചെയ്തു, ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ള റിവ്യൂ ആണ് ഇപ്പോൾ ചെയ്യണേ. രാത്രി ഞാൻ ഓടിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ഇത് വൈസർ അടിപൊളി തന്നെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ലെന്ന് അറിയാൻ ഞാൻ പറഞ്ഞത്. ഇതാണ് ആ ലുക്ക് എന്ന് പറഞ്ഞത്. പിന്നെ നല്ല സുഖമുണ്ട് ഇരിക്കാനായിട്ട്. ഇതുണ്ടോ, നല്ല ഷെയ്ക്ക് ചെയ്യുമ്പോൾ ഹെൽമെറ്റ് ഇടുന്ന എന്താ ഒരു ഉള്ളിൽ ഷെയ്ക്കോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. കറക്റ്റ് നമ്മുടെ തലയോടൊപ്പം തന്നെ നിൽക്കും. SMK ഹെൽമെറ്റ് ഞാൻ വെച്ച് നോക്കിയപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ SMK ഹെൽമെറ്റ് മോശമെന്നല്ല കേട്ടോ. SMK ഹെൽമെറ്റിൽ ഒരു ചെറിയ ലൂസ് ഉണ്ടായിരുന്നു, എനിക്കത് അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തു. പക്ഷേ ആക്സോറിന് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല. കാരണം പിന്നെ SMK ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ SMK ഹെൽമെറ്റ് അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആണ്, കുറച്ചുകൂടി ലൈറ്റ് ആണ്, നമുക്ക് തലയ്ക്ക് അത്ര സ്ട്രെസ് വരില്ല. പക്ഷെ ഇതിനകത്ത് അത്യാവശ്യം കുറച്ചുകൂടി വെയിറ്റ് ഉണ്ട്. പിന്നെ ബിൽഡ് ക്വാളിറ്റി കുറച്ചുകൂടി ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഇതാണ് എൻ്റെ സൈഡ് ലുക്ക് എന്ന് പറയുന്നത്. പിന്നെ ബാക്കിൽ സ്പോയിലർ ഉണ്ട്. സ്പോയിലറിൻ്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, നമ്മൾ റൈഡൊക്കെ ചെയ്യാൻ നേരത്ത് ഇത് എയർ കട്ട് ചെയ്യും. ഇപ്പോൾ എയറോഡൈനാമിക്സിന് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സംഭവമാണ് ഇത്. പിന്നെ നമുക്കിതിനകത്ത് ബ്ലൂടൂത്തിൻ്റെ സംഭവം സെറ്റ് ചെയ്യാൻ പറ്റും. അത് 1500 വില വരുന്നുണ്ട്. പക്ഷെ അത് ഞാൻ മേടിച്ചിട്ട് കേട്ടോ, കാരണം ഞാൻ ഇങ്ങനെ ബൈക്കൊക്കെ ഓടിക്കുമ്പോൾ പാട്ടൊക്കെ ആളല്ല. പിന്നെ ഇത് അഴിക്കുന്നതിനകത്ത് നല്ല ടൈറ്റ് ഉണ്ട്. പക്ഷേ ആ ഒരു പ്രശ്നം എനിക്ക് ഇതിനകത്ത് സീനായിട്ട് തോന്നുന്നുണ്ട്. വേറൊരു പ്രശ്നം ഇതിനകത്ത് തോന്നിയിട്ടില്ല. ഒരു ടൈറ്റ്നെസ് ഉണ്ട്, ആ ടൈറ്റ്നെസ് വേണം. പക്ഷേ അത് വേറെ അത്യാവശ്യം നല്ല ഹെൽമെറ്റാണ്, അടിപൊളി ഹെൽമെറ്റാണ്. നിങ്ങൾക്ക് ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഒരു 5000 താഴെ ബഡ്ജറ്റ് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ഹെൽമെറ്റ് ചൂസ് ചെയ്യണം. ഉറപ്പായിട്ടും അടിപൊളി ഹെൽമെറ്റ് കേട്ടോ. ഇനി എൻ്റെ ലോങ് ടൈം റിവ്യൂ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഒരുപാട് ആൾ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇതാണ് ഇന്നത്തെ റിവ്യൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. സ്റ്റേ